ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വണക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ചില ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പം മുമ്പത്തെ ഒരു വീഡിയോ, അതിനൊരു വീഡിയോയ്ക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു മാസ്റ്റർ വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോക്കുള്ളൊരു കുറച്ച് മറുപടിയൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ചില നഗ്ന സത്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് അതിന് മറുപടി ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. പിന്നെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇനി തൊട്ട് വണ്ടി ഓടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈസൻസ് ഉള്ള ആളുകൾ വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ലൈസൻസ് വണ്ടിയുടെ ഫ്രണ്ട് മിററിൽ ഒട്ടിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ, കേട്ടോ. അങ്ങനെ വണ്ടി ഓടിക്കാവൂ, അല്ലാത്തൊരു വണ്ടി ഓടിക്കില്ല. അല്ലാത്തൊരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈസൻസ് ഉണ്ടെന്ന് നമുക്ക് അപ്പം കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇനി തൊട്ട് ലൈസൻസ് ഫ്രണ്ട് ഗ്ലാസ്സിൽ, വണ്ടി കാറാണെങ്കിൽ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട് പോകണം. അതുപോലെ ബൈക്കാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് സൈഡ് മിററിൽ ലൈസൻസ് തൂക്കിയിട്ടുകൊണ്ട് പോകണം, കേട്ടോ. എന്നാലേ കാണുന്നവർക്ക് മനസ്സിലാവൂ എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, യാസർ ഒരു വർഷമായിട്ട് എവിടെ പോയി? മാളത്തിൽ പോയി ഒളിച്ചു. യാസർ പതിയിരുന്നു, എവിടെ പോയി യാസർ? കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, യാസർ എവിടെ പോയി? മാളത്തിൽ പോയി ഒളിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ പോയി പതിയിരുന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോയും ഞാൻ അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ തന്നെ വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ വീഡിയോ അപ്പം ഇത് കേട്ടല്ലോ, അപ്പം നാളെ ചിലപ്പം പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, ഞാൻ എവിടെ പോയി പതിയിരുന്നു, ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരുന്നോ എന്നൊക്കെ ചിലപ്പം ചോദിക്കേണ്ട ഒരു ഇത് വന്നാലോ. ചിലപ്പോൾ കുറേ ഇപ്പം 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ചോദ്യം ഞാനും കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. യാസർ പതിയിരുന്നു, എവിടെ പോയി യാസർ? യാസർ എവിടെയും പോയിട്ടില്ല. യാസർ ഇവിടെ തന്നെ ദുബായിലുണ്ട്. പിന്നെ കുറച്ച് ലീവായി പോയി, കാരണം ഞാൻ നാട്ടിലെ എന്റെ വൈഫിന്റെ പ്രഥമ കല്യാണം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി സന്തോഷമായി എൻജോയ് ഒക്കെ ചെയ്ത് 2 മാസം. ഓക്കെ, അതൊക്കെ അവരവരുടെ ഇഷ്ടം, കല്യാണത്തിന് പോവുക, അതൊക്കെ വേറെ ഇഷ്ടം. ഓക്കെ, അതൊക്കെ സ്വന്തം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കഴിഞ്ഞപ്പോ എന്റെ ജ്യേഷ്ഠന്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് സന്തോഷമൊക്കെ ഇങ്ങനെ വന്നു. പക്ഷെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ ബോസ് ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ദുബായിൽ. നമുക്ക് 4 ബ്രാഞ്ച് ഉണ്ട്. ഫ്ലെക്സ് 5ാമത്തെ ബ്രാഞ്ചാണ് നമ്മള് ദുബായിൽ. ഓക്കെ, അതൊക്കെ പുള്ളിയുടെ ജിമ്മിന്റെ പുള്ളിയുടെ മുതലാളി ഒരു ജിം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ പുള്ളി സംസാരിക്കുകയാണ്. ഓക്കെ, ഇത്രയും ഞാനതല്ല ചോദിക്കുന്നത്, ഇത്രയും തിരക്കുള്ള ഒരാൾ എന്തിനാണ് ചുമ്മാ വഴിയെ പോകുന്ന ഏണികളേറി പിടിക്കാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ ഇത്രയും വീഡിയോ ഇടാനെ കൊണ്ട് ഇത്രയും ടൈം ഡിലേ ആയിരുന്നത്. തിരക്കുള്ള ആളാണെങ്കിൽ എന്തിനാ ചുമ്മാ വഴിയെ പോകുന്ന ആൾക്കാരെ മിക്കിട്ട് കയറാൻ പോകുന്നത്? അല്ല പിന്നെ കയറാൻ പോകില്ല. അതിന് സമയമില്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ കയറാൻ പോകില്ല. മറ്റുള്ള മാറ്റും സോഷ്യൽ മീഡിയ വന്ന് കണ്ട് എന്താ പറയാ, വിമർശിക്കാനും മറ്റുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ടിന്റെ വഴിയിലൂടെയായിരുന്നു ഈ 5-8 മാസം 9 മാസം പോയിരുന്നത്. അപ്പൊ ഞാൻ പുള്ളി എന്താ പറയുന്നത് വെച്ചാൽ 50 മാസം പോയോണ്ടാണ് റിപ്ലൈ തരാൻ പറ്റാഞ്ഞതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞ അതൊക്കെ ഞാൻ മുമ്പത്തെ വീട്ടിൽ സംസാരിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. സോഷ്യൽ മീഡിയ വന്ന് കണ്ട് എന്താ പറയാ, വിമർശിക്കാനും പിടിക്കാൻ നിൽക്കാത്ത ആളാണ്. എന്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. ഞാൻ വിമർശിക്കാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി തോന്നുന്നത്. കണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ, വേണം ഞാൻ ഒന്നും കൂടെ കേൾപ്പിച്ചു തരാം. ഞാൻ സോഷ്യൽ മീഡിയ വന്ന് കണ്ട് എന്താ പറയാ, വിമർശിക്കാൻ പിടിക്കാൻ നിൽക്കാത്ത ആളാണ്. എന്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. ഞാൻ വിമർശിക്കാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി തോന്നുന്നത്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് അറിയുന്ന കഴിവുകൾ അത് കാണിച്ചു കൊടുക്കാനും എന്നെ സമീപിക്കുന്ന ആളുകൾക്ക് ഞാൻ അറിയും. ആണല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങിയത് മറ്റുള്ളവരെ വിമർശിക്കാനോ മറ്റൊന്നിനോ അല്ല. നിങ്ങളെ ആവശ്യം ഇപ്പം നിങ്ങളെ ഇത് കഴിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നാച്ചുറൽ സ്ക്വാഡിന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ പോയി എതിരെ സംസാരിക്കാൻ പോയത്? നിങ്ങൾ വഴിയെ പോയ ഏണി നിങ്ങൾ തോട്ട വെച്ച് പിടിച്ച് കയറ്റിയതല്ലേ? അല്ലാതെ ഈ നാച്ചുറൽ സ്ക്വാഡ് നിങ്ങളെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. മണ്ടയ്ക്ക് കയറാൻ വന്നുകൊണ്ടല്ലേ നിങ്ങളിപ്പം ഇങ്ങനെ ഇതിനൊരു റിപ്ലൈ കൊടുക്കാനും നിങ്ങളെ യൂട്യൂബ് ചാനൽ റീച്ച് ആവാനുള്ള കാരണം ആണോ ഇല്ലയോ? അപ്പം അത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് മൊത്തവും പോഴത്തരമാണ്. നിങ്ങളെ ഈ കേൾക്കുന്ന
ഫോളോവേഴ്സ് എന്താണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നിങ്ങൾ പറയുന്ന എല്ലാം പോഴത്തരമാണ്. അപ്പം നിങ്ങളാണ് അങ്ങോട്ട് വഴിയെ വള്ളി പിടിക്കാൻ പോയത്. അപ്പം ഞാൻ അരുണ് ബോഡി ബിൽഡിങ്, ഇപ്പം നാച്ചുറൽ സ്ക്വാഡ് ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസിനെ പറ്റി ഒരു രണ്ടും ഒന്നാണെന്ന് ഇത് പറയിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അതിന് റിയാക്ട് ചെയ്തു. രണ്ടും രണ്ട് തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫിറ്റ്നസ് വരെ ബോഡി ബിൽഡിങ് വരെ. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ചെയ്യാൻ പോകില്ല. പിന്നെ അതിന് സമയം കിട്ടും. പിന്നെ സമയം കിട്ടാത്തതിന്റെ പിന്നെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്ക് അത് വെളിവില്ലാത്തടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഇപ്പം യാസർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ മെക്കിട്ട് കയറാനോ എടുക്കാനൊന്നും പോകത്തില്ല. പിന്നെ എന്റെ മെക്കിട്ട് കയറാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരാണ് മെക്കിട്ട് കയറാൻ പോയത്? അല്ലെ? ഞാൻ റിയാക്ട് ചെയ്തതിന് എനിക്ക് എന്റേതായ കുറച്ച് കാരണങ്ങളുണ്ട്. പക്ഷെ 2 മാസം കൊണ്ട് ഒരാൾക്ക് നാച്ചുറൽ ആയിട്ട് ബോഡി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ അത് ഇപ്പൊ നമ്മൾ ഞാനും ഈ മേഖലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് അത് കേട്ടിട്ട് അപ്പം അത് കേൾക്കുന്ന ഫോളോവേഴ്സിനെ വിഡ്ഢിയാക്കുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ 2 മാസം കൊണ്ട് ഇനി കുത്തിയിരുന്ന് ഈ പറഞ്ഞ പോലെ പൊട്ടക്കിണറ്റി ഇറങ്ങി തവളയെ പിടിച്ചാൽ പോലും 2 മാസം കൊണ്ട് നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ തന്നെ അടുത്ത വീഡിയോയിൽ അത് അംഗീകരിക്കുന്നുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡയറ്റ് പ്രോഗ്രാം ഉണ്ടാവും. ആ വീഡിയോ കണ്ട ആൾക്കാർ കാണാൻ മനസ്സിലാവും അതെന്താ പറയുന്നത്. അതിലൂടെ മനസ്സിലാക്കാമല്ലോ പറയുന്ന എല്ലാം പൊട്ടത്തരവും പോഴത്തരവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് പൊട്ടക്കിണറ്റിലെ വാഴകൾ. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയും കൂടെ കേൾക്കാം. എന്നെ സമീപിക്കുന്ന ആളുകൾക്ക് ഞാൻ അറിവ് പകർന്നു കൊടുക്കാനാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്, അല്ലാതെ വിമർശിക്കാനല്ല. അപ്പൊ ഈ മാളത്ത് പോയ ഒളിച്ചോ എന്നുള്ള ആളുകൾക്കുള്ള ചോദ്യങ്ങളും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിലെന്റെ പുതിയ ജിമ്മിന്റെ വീഡിയോസ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഞാൻ ഈ വീഡിയോക്ക് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നാളെ ഈ മാസ്റ്റർ തന്നെ വന്നിട്ട് പറയും ഞാൻ ഇത്രയും നാളെ ഏത് മാളത്തിൽ പോയി വിളിച്ചിരുന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നതെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അധികം താമസിപ്പിക്കാതെ ഇതിന് റിപ്ലൈ തരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിലായിപ്പോയി. ഇനി നിങ്ങളെ കൂടെ 24 മണിക്കൂർ ഉണ്ടാവും. നിങ്ങൾ സൈസ് കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ അത് കണ്ടിട്ട് ഓരോരു പ്രയോജനമായിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സംശയങ്ങളും ചോദിച്ചോളൂ, ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ. അടുത്തൊരു കാര്യം, എന്റെ വീഡിയോയിൽ ഞാൻ എന്റെ ക്ലയന്റിന് ഞാൻ എക്സസൈസ് കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ അറിയുന്ന ആളുകൾ പുള്ളി ഒരു ക്ലയന്റിന് ഇപ്പൊ 2 മാസം കൊണ്ട് മസിൽ ബിൽഡ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞൊരു സൽമാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലയന്റ് പുള്ളിക്കുണ്ട്. പുള്ളിക്ക് ഒരു വീഡിയോ പുള്ളിക്ക് ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അതിൽ കൊടുത്ത വർക്കൗട്ടിനെ പറ്റിയിട്ടാണ് പുള്ളി പറഞ്ഞത്. അതിന് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി കൊടുക്കുന്ന ഫോമും കാര്യങ്ങളും തെറ്റാണെന്ന് ഞാൻ സംസാരിച്ചിരുന്നു. അതിനെ പറ്റിയിട്ടാണ് പുള്ളി ഇപ്പൊ സംസാരിക്കുന്നത്. അത് കണ്ടിട്ട് ഓരോരു പ്രയോജനമായിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്ത് പ്രയോജനം ഭായി? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പൊട്ടത്തരം കേട്ടിട്ട് ഫോളോവേഴ്സിന് അത് എന്ത് പ്രയോജനം ഉണ്ടാക്കാനാണ്? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോവേഴ്സിന് പ്രയോജനം ഉണ്ടാക്കും. അല്ലാതെ എന്റെ പൊന്ന് യാസറെ, നീ പറഞ്ഞു കൊടുക്കുന്ന തെറ്റ് ഇപ്പം നീ പറഞ്ഞല്ലോ, ഈ ഫീൽഡിൽ നിൽക്കുന്ന ആള് എന്നെ കുറ്റപ്പെടുത്തി. ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആള് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ ആ ഫീൽഡിൽ നിൽക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഞാൻ ഒരിക്കലും നീ തെറ്റ് കാണിച്ചു കൊടുത്താൽ, നിന്റെ ഫോളോവേഴ്സിന് അത് റോങ് ആയിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യും. ഞാനത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അവിടെ സംസാരിച്ചത്. ഓക്കെ, ഞാൻ ബാക്കി നമുക്ക് കേട്ടു പോകാം എന്താ സംഭവം. അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഈ മേഖലയിലുള്ള ആളുകൾ തന്നെ ആ വീടിനെ കുറിച്ചിട്ട് പറയാ, അയാൾ കൊടുക്കുന്ന എക്സസൈസ് തെറ്റാണ്, അയാൾ കൊടുക്കുന്ന ഈ മേഖലയുള്ള ആള്, ആ മേഖലയുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. അത് യാസറെ നീ കൊടുക്കുന്ന വർക്കൗട്ട് ലോക പോഴത്തരമാണ്, ഇത് തെറ്റാണ്. അത് നീ കൊടുക്കുന്ന വർക്കൗട്ട് തെറ്റാണ്, അതിന്റെ ഫോം തെറ്റാണ്, ആ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. അത് കണ്ടിട്ട് എത്ര പേര് അങ്ങനെ ഫോളോ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ജിമ്മിൽ പോയി മിക്കുള്ള ആളുകളും ട്രെയിനേഴ്സ് കൊടുക്കുന്ന വർക്കൗട്ടല്ല ജിമ്മിൽ പോയി ചെയ്യുന്നത്. മിക്കുള്ള ആളുകളും യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോ വർക്കൗട്ടുകളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. മനസ്സിലായി? ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തത്. ആ തെറ്റ് പറഞ്ഞു കൊടുക്കുന്ന ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ചിലപ്പം അത് ഫോളോ ചെയ്യാതിരുന്നാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്. ആ ചെയ്യുന്ന ഫോം കറക്റ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. തെറ്റാണ്, അയാൾ കൊടുക്കുന്ന ടെക്നിക്ക് തെറ്റാണ്. ഇൻക്ലൈൻ ബാർ കൊടുക്കേണ്ടത് ഫ്ലാറ്റാ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡംബിളാ കൊടുക്കേണ്ടത്. എന്റെ പൊന്നു ഭായി, ആദ്യമായിട്ട് ജിമ്മിൽ വരുന്ന ഒരാൾക്ക് എടുത്തിട്ട് ഒരു 500 കിലോ എടുത്ത് ഡെഡ് ലിഫ്റ്റ് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അവനക്ക് കൊടുക്കേണ്ട, നിങ്ങൾ 2 മാസം കൊണ്ട് ഒരാളെ ബോഡി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരാളെ സ്റ്റാർട്ടിങ് ഒരു ബേസിക്കലി എന്താണോ ചെയ്യേണ്ടത് അവിടുന്ന് തുടങ്ങണം.
അതാണ് വേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ് ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ബിഗിനർക്ക് ഒരു അഡ്വാൻസ് ലെവലുള്ള വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനല്ലെന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഞാൻ കേട്ടോളാം. ഈ കാണുന്ന ട്രോഫികളൊന്നും ഞാൻ മഞ്ചാടിപ്പുഴയോ അല്ലെങ്കിൽ തവളച്ചാട്ടത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഓടാൻ പോയിട്ട് കിട്ടിയതല്ല. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. മഞ്ചാടിക്കുരു പറക്കാനോ അല്ലെങ്കിൽ തവളച്ചാട്ടത്തിനോ പോയി നേടിയെടുത്തിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ അത് എങ്ങനെ നേടിയെടുത്തിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരിയാണ്, ഈ കോമ്പറ്റീഷൻ ഇറങ്ങി കിട്ടിയാണ്, ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയതാണ്, കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്, അതിലൊരു കുറച്ച് പൈസ എറിഞ്ഞും കിട്ടിയതാണ്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഷ്ടപ്പാട് മാത്രമല്ലല്ലോ, അതിന് ഫിനാൻസും വേണമല്ലോ. സപ്ലിമെന്റ്സ് എടുക്കാൻ പൈസ വേണം, ട്രെയിനർക്ക് എടുക്കാൻ പൈസ, ട്രെയിനിങ്ങിന് ട്രെയിനർക്ക് കൊടുക്കാൻ പൈസ വേണം, അങ്ങനെ ഫുഡിന് പൈസ, ഡയറ്റിന് പൈസ വേണം. അപ്പം ഇതൊക്കെ ഫിനാൻഷ്യലി ഇപ്പൊ പൈസ ഉള്ളവർക്ക് മാത്രമേ ബോഡി ബിൽഡിങ്ങിലോട്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇറങ്ങാൻ പറ്റൂ. അപ്പം അല്ലാത്ത ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഫിനാൻഷ്യലി നല്ല ഇതുള്ള ഇത് ഇപ്പൊ എന്നാ ഇതിലിറങ്ങുന്ന ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സാധാരണപ്പെട്ട ആൾക്കാർ മാത്രമാണ്. അവര് ഇവിടുന്ന് കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങി ഒരു കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അവരോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പൊ ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് ഇതിന്റെ കഷ്ടപ്പാട് അറിയാം. അപ്പം ഞാൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മേഖലയിൽ നിൽക്കുന്നു. അപ്പം ഇതൊരു ട്രോഫിക്കോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസിനോ അല്ല നമ്മളിപ്പം അവിടെ പോയി നിൽക്കുന്നത്. അത് നമ്മളൊരു ഫാഷനും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യാസർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അധ്വാനിച്ച് ബോഡി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഡംബിളാ കൊടുക്കേണ്ടത്. ഈ കാണുന്ന ട്രോഫികളൊന്നും ശ്രദ്ധിച്ചു കേട്ടോ. അല്ലെങ്കിൽ തവളച്ചാട്ടത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഓടാൻ പോയിട്ട് കിട്ടിയതല്ല. ഓടാൻ പോയിട്ട് കിട്ടിയല്ല. ഓട്ടം അപ്പോൾ ഒരു മോശമാണെന്നാണ് പറയുന്നത്. ഓടാൻ പോയിട്ട് എത്ര പേര്, എൻ്റെ പൊന്നു യാസറെ, എത്ര പേര് ഓടാൻ പോയിട്ട് ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നിനക്കറിയാവോ? അപ്പോൾ ഓട്ടം ഒരു മോശമാണെന്നാണ് നീ പറയുന്നത്. ഓരോ സ്പോർട്സും അതിനൊരു വിലയുണ്ട്. ആ വില നീ തന്നെ ഇപ്പം അതിനെയും താഴ്ത്തി കിട്ടിയത് നീ തന്നെ എല്ലാം പറയുന്നത്. അതങ്ങനെ എങ്ങനെയാന്നെല്ലാം പറയും. ഇപ്പൊ നീ പറയുന്നത് ഓട്ടവും മോശമാണ്, ഓടാൻ പോയിട്ട് കിട്ടിയതല്ല. ഇത് 2000 അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ബോഡി ബിൽഡിംഗ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു അധ്വാനിക്കാതെ കഷ്ടപ്പെട്ട് ചുമ്മാ ഇത് മെഡിസിനും അടിച്ചു കയറ്റി പ്രോട്ടീനും സപ്ലിമെന്റും യൂസ് ചെയ്താൽ ബോഡി വരത്തില്ല. ജിമ്മിൽ പോയി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഡയറ്റ് എടുക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അന്ന് കരുതി ബോഡി ഇത് ഒരു കോമ്പറ്റീഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് എല്ലാം തികയണമെന്നൊന്നുമില്ല. ഇന്ന് കോമ്പറ്റീഷൻ ഇപ്പം കോമ്പറ്റീഷന് പ്രിപ്പറേഷൻ ചെയ്യുന്ന കോച്ച് ആരും ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി നിന്ന് മെഡൽ പൊക്കി കാണിച്ചിട്ടല്ല അവര് ഇത് അംഗീകാരം കാണിക്കുന്നത്. അവരെ ട്രെയിൻ ചെയ്തെടുത്ത ട്രെയിനികളെ വെച്ച് അവര് ആരെയാണോ ട്രെയിൻ ചെയ്തെടുത്തത് അവരെ നേട്ടം വെച്ചിട്ടാണ് അവര് അഭിമാനിക്കുന്നത്. അല്ലാതെ എനിക്ക് അത് കിട്ടി ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് പൊക്കി കാണിച്ചല്ല നമ്മൾ അത് കാണിക്കേണ്ടത്. അതാദ്യം നീ മനസ്സിലാക്കുക. മൂന്നാമത്തത് മിസ്റ്റർ കേരള 2016 സെക്കൻഡ് പ്ലേസ്, സിൽവർ മെഡൽ. ഇതൊക്കെ ഞാൻ അധ്വാനിച്ച് ബോഡി ബിൽഡർ ഉണ്ടാക്കിയ പ്രശ്നം. എന്റെ പൊന്നെ യാസറെ, നീ മെഡൽ മേടിച്ചിട്ടില്ലെന്നോ, നീ മെഡൽ മേടിച്ചിട്ടുണ്ടെന്നോ, നീ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ നീ ഒരു കാര്യം മനസ്സിലാക്കണം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും, ഇതിനോട് കുറച്ച് അത്യാവശ്യം ഫാഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കോമ്പറ്റീഷൻ ഇറങ്ങാം. 3 മാസം കൊണ്ട് ബോഡി സെറ്റ് ചെയ്യാം. 3 മാസം കൊണ്ട്, 3 മാസം വേണ്ട. നീ ഒരു പയ്യനെ ഇതിന് ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങാൻ ആഗ്രഹമുള്ളൊരു പയ്യനെ നീ എൻ്റെ അടുത്തുകൊണ്ട് ഞാൻ 2 മാസം കൊണ്ട് ബോഡി ഞാൻ സെറ്റ് ചെയ്ത് തരാം. വേണ്ടുന്ന പൈസ ചെലവുള്ള കാര്യം. പൈസ ഉണ്ടെങ്കിൽ 2 മാസം കൊണ്ട് ഞാൻ ബോഡി സെറ്റ് ചെയ്ത് തരാം. നാച്ചുറൽ നീ ഇത്രയും ഇങ്ങനെ ഒരു സംസാരത്തിലോട്ട് പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നാച്ചുറലായിട്ട് 2 മാസം കൊണ്ട് ബോഡി സെറ്റ് ചെയ്യാന്ന് നീ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമാണ്. ആ വെല്ലുവിളി നീ ആദ്യം ഏറ്റെടുക്കുക. ആ വെല്ലുവിളി നീ ഏറ്റെടുത്ത് 2 മാസം കൊണ്ട് നാച്ചുറലായിട്ട് ബോഡി സെറ്റ് ചെയ്ത് ആ പയ്യനെ നീ നമുക്ക് കാണിക്കുക. അതാണ് വെല്ലുവിളി. അല്ലാതെ നീ ട്രോഫി പൊക്കി കാണിച്ചിട്ട് ഈ ട്രോഫി കണ്ടോ, ഈ ട്രോഫി എനിക്ക് കിട്ടിയതാ, ഇതേപോലെ ട്രോഫി കാണിക്കാവോ എന്നല്ല ചോദിക്കുക. ആദ്യം നമ്മളെ വെല്ലുവിളി നീ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞ വെല്ലുവിളി 2 മാസം കൊണ്ട് ബോഡി ഒരു പയ്യനെ നാച്ചുറലായിട്ട് ബോഡി സെറ്റ് ചെയ്ത് നീ കാണിച്ച് നീ തെളിയിക്കുക. അത് കഴിഞ്ഞിട്ട് നിന്റെ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കാം. ഞാൻ സ്വീകരിക്കാം. വന്നിട്ട് 2023 അതുപോലെ ഇത് അബുദാബിയിൽ കോമ്പറ്റീഷൻ നടന്നിട്ട് ഞാനിപ്പോ ഗോൾഡ് മെഡൽ വാങ്ങി. അതിനെക്കാട്ടും വലുത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ദുബായ് മസിൽ. ചെളിവെള്ളത്തിൽ കിടന്ന് മീൻ പിടിക്കുന്ന സ്വഭാവം കാണിക്കരുത്. ഇതൊന്നും കാണിച്ചൊന്നും നമ്മളെ വരട്ടാൻ നോക്കണ്ട.
ആദ്യം നമ്മളൊരു പെറ്റ് വെച്ചല്ലോ. നീ തന്നെയാണ് പറഞ്ഞത് 2 മാസം കൊണ്ട് ഒരു പയ്യനെ നാച്ചുറലായിട്ട് ബോഡി സെറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞുള്ള വീഡിയോയിൽ നീ തന്നെ പറയുന്നുണ്ട്, ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്ത് കളയില്ല. നീ തന്നെ പറയുന്നുണ്ട് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറ്റ് പ്രോഗ്രാമാണ്. എന്തോന്ന് ഡയറ്റ് പ്രോഗ്രാമാണ്? വെയിറ്റ് ഗെയിനിങ്ങിന്റെ ടൈം. ഇപ്പം ഈ കോമ്പറ്റീഷനും സ്റ്റേജിൽ ഇറങ്ങും. നിനക്കറിയാമല്ലോ സ്റ്റേജിൽ ഇറങ്ങണമെങ്കിൽ എത്ര മാസത്തെ കഷ്ടപ്പാട് വേണമെന്ന്. എത്ര മാസത്തെ കഷ്ടപ്പാട്. ഇപ്പം ബൾക്കിങ് ആയിക്കോട്ടെ, കട്ടിങ് ആയിക്കോട്ടെ, അത് ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ തീരുന്ന സംഭവമല്ലല്ലോ. അതിന് കുറച്ച് ടൈം എടുക്കും. അതുപോലെ കഷ്ടപ്പാടുണ്ടോ നിനക്കറിയാമല്ലോ. അപ്പം നീ 2 മാസം കൊണ്ട് ഒരാളെ ഒരു നല്ല രീതിയിൽ ബോഡി സെറ്റ് ചെയ്തെടുത്ത് ഒരു ബോഡി ബിൽഡർ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കുന്ന കാര്യമാണ്? അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് നീ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തെളിയിക്കും. അല്ലാതെ നീ പൊട്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞ പൊട്ടക്കിണറ്റിലെ വാഴകൾ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നീ ഈ ട്രോഫി മേടിച്ച് ഈ ട്രോഫി മേടിച്ചെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല, എനിക്കില്ല. ഓക്കെ, ദുബായ് മസിൽ ഷോ ബ്രോൺസ് മെഡൽ കണ്ടില്ലേ? IFBB കാണാത്തതുകൊണ്ട് പോയി കാണണേ. അമേച്ചർ ചാമ്പ്യൻഷിപ്പ് യൂണിവേഴ്സൽ മസിൽ ഫിറ്റ്നസ് ഇതൊന്നും കാണാത്തതുകൊണ്ട് പോയി കാണണം കേട്ടോ. ഞാനും ദുബായിൽ നിന്നിട്ടുള്ള ആളാണ്. ദുബായിലേക്ക് മസിൽ ഷോ വന്ന ഏത് പൊട്ടനും അർണോൾഡിന്റെ കൂടെ പോയി നിന്നിട്ട് പോലും ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കി കേട്ടോ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടുത്തെ പോലുള്ള ഇതൊന്നുമില്ല. അവിടെ പോയി ഏത് പൊട്ടനും അവിടെ മസിൽ ഷോയുടെ അന്ന് ഏത് ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ഇപ്പം കെവിൻ ലെബ്രോൺ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ അർണോൾഡ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരാളെ കൂടെ ഒന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അത് ദുബായിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്ന് ഫോട്ടോ എടുക്കാനും അവരെ ബ്രാൻഡിനെ പറ്റി സംസാരിക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം അതൊന്നും കാണിക്കൊന്നും വേണ്ട. അവിടെ പോയി നമുക്ക് ഇത് പെർഫോം ചെയ്യാൻ ഇറങ്ങാനുള്ള അവസരങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. നമ്മളെ ഈ നാട് പോലല്ല. വിമർശിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത് കാണാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്നാൽ എന്റെ വീഡിയോയിൽ ഒന്ന് അല്ലെന്ന് പറഞ്ഞില്ലല്ലോ യാത്രയെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നീ കഷ്ടപ്പെടാതെ അവിടെ പോയിരുന്ന് കാലിൽ പൊട്ടക്കിണറ്റിന്റെ മുമ്പിലിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് വാരിയെടുത്താന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇതൊക്കെ അധ്വാനിച്ചാൽ ഈ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് കുറച്ച് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ എല്ലാം അതിനകത്തുള്ളതാണ്. ഈ ഫീൽഡിൽ പഠിക്കുന്ന ആളുകൾ പറഞ്ഞത് എന്റെ എക്സസൈസ് റോങ് ആണ്. ഞാൻ 17 വർഷം ഇവിടെ ഈ ജിമ്മിൽ പണിയെടുക്കും. അതെ, ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചത്. അത് ചെയ്യുന്നത് തെറ്റാണ്. അത് കണ്ടിട്ട് ഒരു 10 പേരിൽ ഒരു 5 പേര് കണ്ടെങ്കിലും അത് ഫോളോ ചെയ്യാതിരിക്കത്തില്ല. അത് അവർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇഞ്ചുറീസ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട് തെറ്റാന്ന് പറഞ്ഞത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാന്ന് തന്നെ പറയണം. അല്ലാതെ സപ്പോർട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് എനിക്കത് നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല യാത്രയെ. അത് എനിക്ക് എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടായിരിക്കണം. എന്റെ സ്പോൺസറും മറ്റുള്ള എന്റെ ക്ലയൻസുകളൊക്കെ എന്നെ ഇവിടെ നിർത്താൻ. ഇത് എന്തോന്ന് കഴിവെന്ന് പറഞ്ഞാൽ നീയാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്തോന്ന് കഴിവ്? ഈ ഒരു മെഡിസിൻസും ഞാൻ ഒരു കാര്യം പറ്റും, നിനക്ക് നാച്ചുറലായിട്ട് കോമ്പറ്റീഷൻ ഇറങ്ങി കാണിക്കാൻ പറ്റുമോ? ഈ ഒരു മെഡിസിനോ സപ്ലിമെന്റ്സോ ഇല്ലാതെ ഞാൻ വെല്ലുവിളിക്കുന്നു. കാണിക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിനക്കറിയാലോ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ സംഭവങ്ങൾ എപ്പോഴൊക്കെ കൊടുക്കണം, ബോഡിക്ക് എന്തൊക്കെ രീതിയിലുള്ള ഫുഡ് കൊടുക്കണം, ബൾക്കിങ്ങിന് എന്തൊക്കെ കൊടുക്കണം, മെഡിസിൻ അതുപോലെ കട്ടിങ്ങിന് എന്തൊക്കെ കൊടുക്കണം എന്ന് നല്ലപോലെ നിനക്കറിയാം. അപ്പം ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഒരു നാച്ചുറൽ അല്ലാത്തൊരാൾക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റൂ. അപ്പം അത് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിനകത്ത് കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്നല്ല, കഷ്ടപ്പാടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ബാക്കി നമുക്ക് കേൾക്കാം. ചില കുടിപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ബോഡി ബിൽഡിംഗ് ഒരു സംഭവത്താണ്. നമ്മളൊരു പാഷൻ എടുത്ത ജീവിതമാണ്. എല്ലാവരും പാഷനായിട്ട് എടുത്താടേ ചെയ്യുന്നത്, അല്ലാതെ ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അവരൊരു ഫാഷൻ, അവരൊരു മനസ്സിലൊരു ഫാഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടത്തില്ല. അത് മരിക്കുന്നവരെ അവര് നമ്മളെ കൊല്ലത്തുള്ള നമ്മളെ സുരേഷ് അമ്മ, പുള്ളി ഇപ്പോഴും സ്റ്റേജിൽ ഇറങ്ങി വിൻ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും പുള്ളിയുടെ ഒരു ഫാഷൻ കളയുന്നില്ല. അത് അങ്ങനെയാണ്. നമ്മളെ ഉള്ളിലൊരു ഫാഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ അത് മരിക്കുന്നത് വരെ ആ ഒരു ഇത് കാണും. അതാണ് ഒരു ഈ ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവം. അതിലൂടെ നമ്മളെ ജീവിതവും നമ്മളെ ഫിറ്റ്നസും നമ്മളെ ലൈഫും സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു. നമുക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നം എനിക്കറിയില്ല. അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നീ എന്തിനാ ചുമ്മാ അവിടെ ഇവിടെ ചെന്ന് സംസാരിക്കാൻ പോയത്? നീ നാച്ചുറൽ സ്ക്വാഡിന്റെ വീഡിയോക്കും ചെന്ന് നീ വഴിയെ പോയ വള്ളി പിടിച്ചവനല്ലേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ നിനക്കെന്തന്നെ? അവൻ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അവൻ ഈ ലോകത്തുള്ള കാര്യങ്ങൾ മൊത്തവും ഡെയിലി കിടന്ന് സംസാരിച്ച് വീഡിയോ ഇടുന്നവനാണ് നാച്ചുറൽ സ്ക്വാഡ്. ആരാണ്?
അപ്പം അതിന് അപ്പം വിമർശിക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ കാത്തിരിക്കുന്നത് നല്ല കമന്റ്സ് പ്രതീക്ഷിച്ചല്ല. ഓക്കെ, അത് പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് വെറുതെ പൈസ ഒക്കെ വാങ്ങിയതല്ല. ഷോപ്പിൽ പോയിട്ട് എന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഇനി യൂട്യൂബിൽ എന്റെ മിസ്റ്റർ കോഴിക്കോട് ചാമ്പ്യൻഷിപ്പ് പഠിച്ച വീഡിയോ എടുത്ത് നോക്കിയാൽ അതും കാണാം. 2005 ഞാൻ സബ് ജൂനിയർ മിസ്റ്റർ കോഴിക്കോടാണ്. 2006 ഞാൻ നാട്ടിൽ നിന്ന് 2006 മിസ്റ്റർ കേരള കോട്ടയത്ത് വെച്ച് നടന്ന കോമ്പറ്റീഷനിൽ ഞാൻ സ്വർണ്ണ മെഡൽ വാങ്ങിയ ആളാണ്. അവർ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ടെക്നിക്കും ഒരു ബുദ്ധി ഇല്ലാതെ ആരും ബോട്ട് ബിൽഡിംഗ് ഉണ്ടാവില്ല, കയറി വരില്ല. ഈ ഫീൽഡിലുള്ള ആളുകൾ വിമർശിക്കുന്നു എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് പറഞ്ഞു കൊടുത്തത് തെറ്റല്ല, ശരിയാണ്. അതുകൊണ്ട് ഇത്രയും മേഖലയിൽ അല്ലെങ്കിൽ ഇത്രയും സ്റ്റേജിലൊക്കെ പോയിട്ടുള്ള ആളെന്നുള്ളേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേക്ക് ശരിയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് 7 വട്ടം 8 വട്ടം മിസ്റ്റർ ഒളിമ്പിയൊക്കെ അടിച്ചിട്ടുള്ള 5 വട്ടമൊക്കെ അടിച്ചിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തികളൊക്കെ എന്തിനാണ് കോച്ചിനെ വെച്ച് ട്രെയിൻ ചെയ്യുന്നത്? ഇപ്പം തന്നെ സുമേഷ് റാവു, അപ്പം പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, ബോഡി ബിൽഡിംഗ് ഒക്കെ ഒരുപാട് വട്ടം പുള്ളി ഒരുപാട് സ്റ്റേജുകൾ വിൻ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി എന്തിനാണ് കോച്ചിനെ വെച്ച് ചെയ്യുന്നത്? എടോ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നില്ല എല്ലാ സമയത്തും. അപ്പം മറ്റൊരാൾ നമുക്ക് ട്രെയിൻ ചെയ്യുന്ന രീതിയും അപ്പം അതൊക്കെ വെച്ച് നമ്മളൊരു സ്റ്റേജ് വിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പകുതി എഫേർട്ട് നമുക്കും അതിന്റെ എഫക്റ്റ് ഉണ്ട്, അത് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച ആക്കും അതിന്റെ എഫേർട്ട് ഉണ്ട് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന വർക്കൗട്ടൊക്കെ ശരിയാന്ന് ധരിക്കരുത്. അപ്പം അത് തെറ്റായോണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാദ്യം മനസ്സിലാക്കുക. കയറി വരില്ല. ഈ ഫീൽഡിലുള്ള ആളുകൾ വിമർശിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ നിർത്തി വെച്ചെന്താണെന്നറിയോ? ട്രോഫികൾ. ഓക്കെ, അത് തെറ്റായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അത് വിമർശിച്ചത്. അത് കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ആദ്യം വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അത് കറക്റ്റ് ഫോമാണോ അല്ലയോ എന്ന് വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇതിൽ കമന്റ് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ട് കിട്ടിയ ട്രോഫികളാണ്. വിമർശകർക്കുള്ള ഒരു മറുപടിയാണ്. എടോ, നീ എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അതല്ല, ഈ ട്രോഫി മെഡലും കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നീ ഒരു വെറ്റ് വെച്ചു, അത് വെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് തെളിയിക്കുകയാണ് വേണ്ടത്. ആ 2 മാസം കൊണ്ട് അത് നീ വെറ്റ് വെച്ച കാര്യം നീ അത് നടത്തി നമ്മളെ കാണിച്ച എന്നിട്ട് നീ ഈ പറയുന്ന ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊണ്ട് മുമ്പിൽ പ്രദർശിപ്പിക്കുക. അല്ലാതെ ചുമ്മാ ഇപ്പം ഈ പറഞ്ഞ പോലെ അലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് നീ ഇപ്പം കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് നീ കാണിച്ചു കൂട്ടിയ വിഷയത്തിൽ നിന്ന് നമ്മളാരും തന്നെ പോയി 2 മാസം നമ്മൾ നോക്കും. 2 മാസത്തിന് മുമ്പ് വീഡിയോ അത് ബോഡി സെറ്റ് ചെയ്തില്ലെങ്കിൽ നീ നിന്റെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ വീഡിയോയില് നിന്റെ ഫോളോവേഴ്സ് കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റേ വയറിനെ എന്താണെന്നറിയോ? ട്രോഫികളാണ് നമ്മൾ പിടിച്ചിട്ട് നമ്മള് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഒരു നേരം ഭക്ഷണം, വെള്ളം, ഒരു നേരം. ഓക്കെ, അടുത്ത പുള്ളി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, പുള്ളിയുടെ വീഡിയോയില് പുള്ളി ചില നെഗറ്റീവ് കമന്റ്സുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ കേട്ടു നോക്കാം. വീഡിയോ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് നോക്കാം. ചെയ്യുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കട്ട് വെച്ചിട്ട് ബാക്കിയുള്ള മസിലുകൾ മാത്രം മണ്ണിപ്പിക്കാൻ അതിനെ കൊണ്ട് കഴിയില്ല. എനിക്കത് അറിയൂല. ഓഫീസിലെ സൈസ് കൂട്ടുമ്പോൾ എന്റെ എല്ലാ ബോഡിയുടെ ഭാഗവും സൈസ് കൂടും. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ വയറിനെ കുറിച്ചിട്ട് കുറവയറാണ്. നെഗറ്റീവ് കമന്റ്സുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വയറിനെ കുറിച്ചിട്ട്. ഏടോ, വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ എന്റെ യാസറെ ഇപ്പം പുള്ളിയും ആരുണിനെ അസർഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യാസറിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം അതിൽ പേരിലൊന്നും കാര്യമില്ല. അപ്പം നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പുള്ളിയുടെ അക്കൗണ്ടിൽ പോയിട്ട് പുള്ളിയുടെ വീഡിയോയുടെ താഴെ ഇനി പോസിറ്റീവ് കമന്റ് ഇടാവേ, അത് നെഗറ്റീവ് കമന്റ് ഇടല്ലേ. പുള്ളിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ വീഡിയോ ഇടുന്നത് നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക യാസർ മാസ്റ്റർ, വീഡിയോ ഇടുന്നത് നല്ല പോസിറ്റീവ് കമന്റ് പ്രതീക്ഷിച്ചല്ല, വീഡിയോ ഇടുന്നത് നെഗറ്റീവ് കമന്റ് പ്രതീക്ഷിച്ച് വേണം വീഡിയോ ഇടാൻ. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ കയറ്റി അങ്ങ് പൊക്കി അങ്ങോട്ട് മേലോട്ട് വെക്കും എന്നുള്ള ധാരണയിലല്ല ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ച് വേണം വീഡിയോ ഇടാൻ. നെഗറ്റീവ് കമന്റ് ആണെങ്കിലും പോസിറ്റീവ് കമന്റ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതൊക്കെ അറിഞ്ഞിട്ട് വേണം വീഡിയോ ഇടാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും നെഗറ്റീവ് കമന്റുകളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. കുറവയറാണ്. പുള്ളിക്കാരിക്ക് പോവാണോ? ഞാനൊരു ബോഡി ബിൽഡർ ആകുമ്പോൾ ഞാൻ സൈസ് കൂട്ടുമ്പോൾ എന്റെ ശരീരത്തിലുള്ളതാണ് എന്റെ വയറും. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. ബൾക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയറൊക്കെ കൂടും. കട്ട് ചെയ്യുന്ന സമയത്ത് വയറൊക്കെ കുറയും. അതൊക്കെ ഓക്കെ, അത് നമുക്ക് അതിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈസ് കൂടും. അല്ല, വയറ് മാത്രം നമ്മൾ വെള്ളം ഒഴിവാക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ വയറ്, നമ്മുടെ ശരീരം
ഒന്നായി ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ വേറൊരാളുണ്ട് മറ്റേ ഒരു നേരം ഭക്ഷണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളി ലാസ്റ്റ് അവർക്ക് അധ്വാനിക്കാൻ മനസ്സിലായില്ലേ? ലാസ്റ്റ് പുള്ളി വീണ്ടും പുള്ളി മെഡൽ എടുത്ത് വെച്ച് കാണിച്ചിട്ട് ഇതേപോലെ മെഡൽ കൊണ്ട് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടോ ഞാൻ ആദ്യം യാസറെ ഞാൻ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലെ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ടല്ല ഒരു ഡ്രൈവറാന്ന് പറയേണ്ടത്. മനസ്സിലായോ? അതാദ്യം നീ മനസ്സിലാക്കും. നിന്നെ പോലെ ഞാൻ പൊട്ടനല്ല. വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റും മെഡലും ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കാൻ, ഫോളോവേഴ്സിനെ പൊട്ടന്മാരാക്കാൻ നിന്നെ പോലെ മണ്ടനല്ല ഞാൻ. ആദ്യം അത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? വലിയൊരു തവള നിങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നീ റിയാക്ഷൻ ചെയ്തിട്ട് നിനക്ക് കിട്ടിയ മെഡലുകളും നിന്റെ അടുത്തുള്ള സർട്ടിഫിക്കറ്റും വെച്ചിട്ട് നീ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിന്നെ പോലെ പൊട്ടത്തരം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. എന്താ പേര്? മൂസ. നിനക്ക് ബോർഡ് നീ ആദ്യം മലയാളം വായിക്കാൻ നിന്ന് പഠിക്കുക. യാസർ മറ്റേ അരുണിനെ അസ്രഫ് എന്നും എന്നെ മൂസ എന്നും വിളിക്കുന്ന നീ ആദ്യം മലയാളം സ്കൂളിൽ ചെന്ന് ആദ്യം പഠിച്ച് നല്ലൊരു 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് എഴുതി മേടിക്കാൻ നോക്കുക. എന്നിട്ട് നീ ഇതുപോലെ മെഡലും ഈ പറഞ്ഞുള്ള ഇതൊക്കെ എടുത്ത് ബോഡി ബിൽഡിങ്ങിന്റെ ഇതൊക്കെ നീ കാണിക്കുക കേട്ടോ. കുറിച്ച് അറിയോ? എന്താണ് ബോഡി ബിൽഡിങ്? അത് നിനക്ക് അറിയോന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് മാതിരി നീ വാങ്ങിച്ച സർട്ടിഫിക്കറ്റും ഈ കഷ്ടപ്പെടുണ്ടാക്കിയ ട്രോഫികളും ഈ മെഡലുകളും നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യും. നമുക്കൊരു ചലഞ്ച് കൊടുക്കാം. ഓക്കെ? നീ ആദ്യം യാസറെ നീ പറഞ്ഞ ചലഞ്ചിൽ നീ വിജയിച്ചു വാ. എന്നിട്ട് നീ പറഞ്ഞ ചലഞ്ച് ഞാൻ നോക്കാം കേട്ടോ. 2 മാസം കൊണ്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും കൊടുത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഡയറ്റും കൊടുത്ത് നീ ഡയറ്റ് കൊടുക്കത്തില്ല. അത് നീ പറഞ്ഞല്ലോ 2 മാസം കഴിഞ്ഞ് പിന്നെ ഡയറ്റ് കൊടുക്കുന്നത്. ആദ്യം വർക്കൗട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബോഡി ബിൽഡിങ് ആദ്യമായിട്ടേക്കോ. ഡയറ്റ് 2 മാസം കഴിഞ്ഞിട്ടും വർക്കൗട്ട് ആദ്യം 2 മാസം വർക്കൗട്ടും അത് കഴിഞ്ഞിട്ടാണ് ഡയറ്റ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പം അതെന്തോ ആയിക്കോട്ടെ, 2 മാസം കൊണ്ട് ബോഡി ബിൽഡ് ചെയ്ത് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് നീ കാണിച്ച് ചലഞ്ചിൽ നീ വിജയിക്കുക. ഓക്കെ, അപ്പോൾ ആ ചലഞ്ചിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ മുടി ഉണ്ടല്ലോ ഇത് മുട്ടയടിച്ച് നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കും. അടുത്ത വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലതാണെങ്കിലും അതുപോലെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.